എന്തുകൊണ്ടും ഈ വരുന്ന ഓരോ ദിവസങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അടുക്കൽ വളരെയേറെ പവിത്രമാക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നാം ചെയ്യുന്ന ഓരോ നന്മകൾക്കും അല്ലാഹു തആല വളരെയേറെ ഇരട്ടി പ്രതിഫലങ്ങളാണ് തരുന്നത് പോലും. പ്രവാചകന്മാരുടെയും സഹാബാക്കളുടെയും മറ്റുള്ള ഇമാമികളുടെയും ജീവിതത്തിലെ അവർ ദിനങ്ങളിൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും നമുക്കൊരു പാഠമുണ്ട്. അതിലൂടെ എല്ലാം നമുക്ക് ഓരോ നന്മകൾ പഠിക്കാനായിട്ടുണ്ട്. ഇന്ന് അങ്ങനെ ഒരു പാഠം, അങ്ങനെ ഒരു ചെറിയൊരു നന്മ നമുക്കൊന്ന് നോക്കാം. വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ലോകത്ത് വളരെയേറെ പ്രശസ്തനായ ഒരു ഇമാം ഉണ്ടായിരുന്നു. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. അക്കാലത്തുണ്ടായിരുന്ന എല്ലാ ജനങ്ങൾക്കും ഇമാമിനെ പരിചയമുണ്ടായിരുന്നു. ആ സമയത്ത് ഇമാമിനെ അറിയാത്തതായിട്ടോ പരിചയമില്ലാത്തതായിട്ടുള്ള ആൾക്കാര് വളരെ റെയറാണ്. അതായത് ചുരുക്കം ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഒരിക്കൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഒരു വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു ഗ്രാമത്തിൽ എത്തുകയുണ്ടായി. ആ ഗ്രാമത്തിൽ എത്തിയപ്പോൾ തന്നെ ഇമാം ഒരുപാട് ക്ഷീണിതനായിട്ടുണ്ടായിരുന്നു. അവിടെ ഇവിടങ്ങളിലൊക്കെ വിശ്രമിക്കാൻ വേണ്ടി നോക്കുമ്പോഴായിരുന്നു ഒരു പള്ളി കാണുകയുണ്ടായി. പള്ളിയിൽ കയറി വിശ്രമിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്തായിരുന്നു ആ പള്ളിയുടെ കാവൽക്കാരനായ ഒരാൾ വന്നിട്ട് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, ഇവിടെ വിശ്രമിക്കാൻ സമ്മതിക്കില്ല, ഇവിടെ വിശ്രമിക്കാനുള്ള അനുവാദമില്ല എന്നൊരു കാര്യം. അദ്ദേഹത്തിന്റെ ഈ ഒരു കർക്കശമായ ശബ്ദത്തോടു കൂടിയുള്ള വാക്കുകൾ കേട്ടപ്പോൾ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഉടൻ തന്നെ അവിടുന്ന് പോവുകയാണ് വരാന്തയിലേക്ക്. അവിടെ പോയി വിശ്രമിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്തായിരുന്നു ഈ കാവൽക്കാരൻ വന്നിട്ട് ഇമാമിനോട് പറയുന്നത്, നിങ്ങളോടല്ലേ പറഞ്ഞത് ഇവിടെ പറ്റില്ല എന്നും പറഞ്ഞ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ഇരു കാലുകളിലും പിടിച്ച് വലിച്ചെഴച്ചുകൊണ്ട് പുറത്തു കൊണ്ടിടുകയാണ്. ഈ സംഭവം നടക്കുമ്പോൾ തൊട്ടപ്പുറത്ത് അപ്പം വിൽക്കുന്നുണ്ടായിരുന്ന ഒരാൾ ഇത് കാണുകയുണ്ടായി. വളരെയേറെ വിഷമം വന്നുകൊണ്ട് ഓടി വരികയാണ് നേരെ ഇമാം അഹ്മദ് ബിൻ ഹംബലി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക്. വന്നുകൊണ്ട് പറഞ്ഞു, താങ്കൾ വിഷമിക്കേണ്ട, താങ്കൾക്ക് എന്നോടൊപ്പം വരാമെന്ന്. അദ്ദേഹത്തിന്റെ സ്നേഹമേറിയ ഈ ഒരു വാക്കുകൾ കേട്ടതോടെ ഇമാം അഹ്മദ് ബിൻ ഹംബലി റളിയല്ലാഹു അൻഹു നേരെ അദ്ദേഹത്തിന്റെ കൂടെ പോവുകയാണ്. ശേഷം അദ്ദേഹത്തിന്റെ ജോലിയിലേക്ക് തിരിച്ചു വരികയും അദ്ദേഹത്തിന്റെ ജോലിയിൽ ഏർപ്പെടുകയും ചെയ്തു. ആ സമയത്ത് ഇമാം അഹ്മദ് ബിൻ ഹംബലി റളിയല്ലാഹു അൻഹു മൂലയിലിരുന്ന് ഇദ്ദേഹത്തെ മുഴുവനായിട്ട് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് ഇമാം അഹ്മദ് ബിൻ ഹംബലി റളിയല്ലാഹു അൻഹു കാണുന്നത് അദ്ദേഹത്തിന്റെ ഓരോ ജോലിയിലും മാവ് കുഴക്കുമ്പോഴും മാത്രമല്ല അപ്പം ചുടാനായി എടുത്തിടുമ്പോഴെല്ലാം അദ്ദേഹത്തിന്റെ രണ്ട് ചുണ്ടുകൾ തമ്മിൽ അനങ്ങുന്നുണ്ട്. അത് സ്ഥിരമായി ആ ഒരു അനക്കം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ഇമാം അഹ്മദ് ബിൻ ഹംബലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഞാൻ കുറെ നേരമായി നിങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്, നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ജോലിക്കിടയിൽ ഇതെന്താണ് പറയുന്നത്, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നതെന്ന്. ഈ ഒരു ചോദ്യം കേട്ട ഉടനെ അദ്ദേഹം പറയുന്നത്, വേറൊന്നുമല്ല, ഞാൻ ചെയ്യുന്നത് ഇസ്തിഗ്ഫാർ ആണെന്ന്. ഇത് കേട്ട ഉടനെ ഇമാം അഹ്മദ് ബിൻ ഹംബലി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ഇസ്തിഗ്ഫാറോ? എന്തിനാണ് ഇത്രയും ഇസ്തിഗ്ഫാർ നിങ്ങൾ വർദ്ധിപ്പിക്കുന്നത്? ഇത്രയും അധികരിച്ച് ചെല്ലുന്നത് എന്തിനാണ്? ഇതിലൂടെ നിങ്ങൾക്ക് എന്താണ് കിട്ടിയതെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ എന്ന് തൊട്ടാണോ ഇസ്തിഗ്ഫാർ എന്റെ ജീവിതത്തിൽ പതിവാക്കിയത് അന്ന് തൊട്ടുള്ള എന്റെ എല്ലാ ആഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുകയും അത് നിറവേറ്റി തന്നിട്ടുണ്ട്. എന്നാൽ എനിക്ക് അവസാനമായി ഒരു ആഗ്രഹം കൂടെ ഉണ്ട്. ആ ആഗ്രഹം കുറേയേറെ നാളുകളായി അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അടുക്കൽ ഞാൻ ചോദിക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ അല്ലാഹു തആല അത് സ്വീകരിക്കുന്നില്ല, അത് എനിക്ക് നടപ്പാക്കി തരുന്നില്ല എന്ന്. ഈ ഒരു കാര്യം കേട്ടതോടെ ഇമാം ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങളുടെ അവസാനത്തെ സ്വപ്നം, എന്താണത്, എൻ്റെ അടുത്ത് പറയാൻ കഴിയുമോ എന്ന്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഒരു കാലത്ത് നമ്മളുടെ നാട്ടിലും നാട്ടിൻ പുറങ്ങളിലെല്ലാം വളരെയേറെ പ്രശസ്തനായി നിൽക്കുന്ന ഒരു ഇമാം ഉണ്ടല്ലോ, ഇമാം അഹ്മദ് ബിൻ ഹംബലി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ എന്റെ ജീവിതത്തിൽ ഒന്ന് നേരിട്ട് കാണാൻ ഞാൻ ഒരുപാട് നാളുകളായി ആഗ്രഹിക്കുന്നു. പക്ഷെ എന്തുകൊണ്ടോ എന്റെ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു തആല അത് സ്വീകരിക്കുന്നില്ല, അത് മാത്രം എനിക്ക് നടപ്പാക്കി തരുന്നില്ല എന്ന്. ഈ ഒരു കാര്യം കേട്ടതോടെ ആ സമയത്ത് വളരെയേറെ ഞെട്ടിത്തടിച്ചുകൊണ്ട് ഇമാം അഹ്മദ് ബിൻ ഹംബലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്,
നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളുടെ ആ ദുആ, അവസാനത്തെ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിട്ടുണ്ട് എന്നതാണ്. ഇതാ നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ മുമ്പിലാണ് നിൽക്കുന്നത് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ഇതിലൂടെ മനസ്സിലാകുന്നത് എത്ര അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്തിഗ്ഫാറിലൂടെ തുറന്നു തരും എന്നതാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ചെയ്യുന്ന ദുആയാണ്. പക്ഷെ എന്തുകൊണ്ടോ ഒരു യാത്ര മധ്യേ ഒരു സ്ഥലത്ത് വന്നെത്തുകയും അവിടെയുള്ള ഒരു കാവൽക്കാരനുമായുള്ള ഒരു സംഘർഷത്തിനിടയിലാണ് അദ്ദേഹം ഇമാം അഹ്മദ് ബിൻ ഹംബലി റളിയല്ലാഹു അൻഹുവിനെ നേരിട്ട് കാണുന്നത് പോലും. ഇതാണ് എല്ലാ അടക്കപ്പെട്ട വാതിലുകളും ഇസ്തിഗ്ഫാറിലൂടെ തുറക്കുന്നതാണ്. ഇസ്തിഗ്ഫാർ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വർദ്ധിപ്പിച്ചാൽ നമുക്ക് 4 ഗുണങ്ങളാണുള്ളത്. ഒന്ന്, നമ്മുടെ പാവങ്ങൾ മായ്ക്കപ്പെടും. രണ്ടാമത്തേത്, മനസ്സിന് ഒരുപാട് സമാധാനം ലഭിക്കും. 3, നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് റിസ്ക് വർദ്ധിപ്പിക്കപ്പെടും. 4-മത്തേത്, നമ്മുടെ എല്ലാവിധ മനസ്സിലുള്ള എല്ലാവിധ പ്രയാസ ദുഃഖങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരും. അതായത് എല്ലാ അടക്കപ്പെട്ട വാതിൽ പോലും അല്ലാഹു തുറന്നു തരും എന്നതാണ്. നമ്മൾ പോലും വിചാരിക്കാത്ത രീതിയിലായിരിക്കും നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കപ്പെടുന്നതും അത് നടത്തി തരുന്നതും. നമ്മൾ പോലും ഞെട്ടിത്തരിക്കുന്ന രീതിയിലായിരിക്കും അത് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഇസ്തിഗ്ഫാർ ചെയ്യാനുള്ള തൗഫീഖും അതിനുള്ള മനസ്സും നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ.